ലോക്സഭയിലെ ഉറച്ച കോട്ട തകർന്ന് വീണതിന് പിന്നാലെ രാജ്യസഭയിലും ബി.ജെ.പിയുടെ നില തെറ്റുകയാണ്. രാജ്യസഭയിലെ ഭൂരിപക്ഷത്തിന് ഇപ്പോൾ 12 അംഗങ്ങളുടെ എണ്ണത്തിന്റെ കുറവാണ് ബി.ജെ.പിക്കുള്ളത്. 4 നോമിനേറ്റഡ് എംപിമാർ വിരമിച്ചതോടെ ബി.ജെ.പിയുടെ അംഗബലം 86ആയും പാർട്ടി നയിക്കുന്ന എൻ.ഡി.എയുടെ അംഗബലം 101ആയും കുറഞ്ഞു. 245 അംഗ രാജ്യസഭയിൽ നിലവിലെ ഭൂരിപക്ഷം 113 ആണ്. രാകേഷ് സിൻഹ, രാം ശകൽ, സൊണാൽ മൻസിംഗ്, മഹേഷ് ജഡ്മലാനി എന്നീ ബി.ജെ.പി എംപിമാരാണ് കാലാവധി പൂർത്തിയാക്കിയത്. രാജ്യസഭയിലെ നിലവിലെ അംഗബലം എന്നത് 225 ആണ്. ഇനി വിവിധ ബില്ലുകൾ പാസാക്കിയെടുക്കൽ എന്നത് ബി.ജെ.പിക്ക് പണ്ടത്തെ പോലെ പ്രതിപക്ഷത്തെ ഇറക്കി വിട്ടു നടത്താൻ സാധിക്കുന്ന ഒന്നല്ലാതായി മാറിയിരിക്കുന്നു. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് 87 ആണ് രാജ്യസഭയിലെ അംഗബലം. പ്രതിപക്ഷ മുന്നണിയുടെ 87 അംഗങ്ങൾ കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെക്ക് പിന്നിൽ അണിനിരക്കും. ഈ 87-ൽ ഇതിൽ കോൺഗ്രസിന് 26 എംപിമാരുണ്ട്. ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് 13 എംപിമാരും തമിഴ്നാട്ടിലെ എം.കെ. സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMKക്ക് 10 എംപിമാരുമുണ്ട്. ഡൽഹിയിലും പഞ്ചാബിലും അധികാരത്തിലുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിക്കും 10 എംപിമാർ രാജ്യസഭയിലുണ്ട്. ബി.ജെ.പിയുമായോ ഇന്ത്യ മുന്നണിയുമായോ നിലവിൽ സഖ്യത്തിലല്ലാതെ കക്ഷികളുടെ തീരുമാനം രാജ്യസഭയിൽ നിർണായകമാകുമെന്ന് വ്യക്തം. തമിഴ്നാട്ടിലെ മുൻ സഖ്യകക്ഷിയായ AIADMKയും മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് പാർട്ടിയുമെല്ലാം കഴിഞ്ഞാലേ സഭയിലെ ബില്ല് പാസാക്കൽ ബി.ജെ.പി വിചാരിക്കുന്ന പോലെ നടക്കൂ. നിലവിൽ 20 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. ഇതിൽ 11 സീറ്റ് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചവരുടെ ഒഴിവിലുള്ളതാണ്. ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സീറ്റുകൾ മഹാരാഷ്ട്ര, അസം, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണ്. 2 സീറ്റുകൾ വീതമാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളത്. ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, തെലങ്കാന, ത്രിപുര എന്നിവിടങ്ങളിൽ ഒരു സീറ്റിലേക്കും തിരഞ്ഞെടുപ്പുണ്ടാകും. ജമ്മു കാശ്മീരിൽ 4 സീറ്റുകളിലും ഒഴിവുണ്ട്. ഇതിൽ എത്ര സീറ്റ് ബി.ജെ.പിക്ക് പിടിക്കാനാകുമെന്നതിനനുസരിച്ചാണ് രാജ്യസഭയിലെ ഇനിയുള്ള കളികൾ.